ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഉറപ്പായിട്ടും ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റാഫ് ചെയ്യേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ അറൈവൽസ്, അതേപോലെ തന്നെ റൂം റാക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണത് നമുക്ക് കറക്റ്റായിട്ട് പ്രയോജനപ്പെടുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു ഗസ്റ്റിൻ്റെ വൗച്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഓഫീസിലെ ഓപ്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അറൈവൽസ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വരുന്ന ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏത് റൂമാണ് കൊടുത്തിട്ടുള്ളത്, അവർ ചെക്ക് ഇൻ ആയോ ഇല്ലയോ, അവരുടെ ബാലൻസ് എമൗണ്ട് കളക്ട് ചെയ്തോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അറൈവൽസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇതിൽ ബൾക്ക് ചെക്ക് ഇൻ ആണോ അതല്ലെങ്കിൽ അപ്കമിങ് ആയിട്ട് ഇനി എത്ര ഉണ്ട്, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു അറൈവൽസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. റൂം റാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൂം അസൈൻ ചെയ്ത് കൊടുത്തതിനനുസരിച്ച് എത്ര റൂമുകൾ ഓക്യുപ്പൈ ആയിട്ടുണ്ട്, ഏതൊക്കെ റൂമുകളാണ് ഓക്യുപ്പൈ ആയത്, ഏതൊക്കെ റൂമുകളാണ് ഇപ്പോൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതൊക്കെ ഫ്രണ്ട് ഓഫീസിലുള്ള സ്റ്റാഫിന് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ റൂം സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഏതൊക്കെ റൂം ക്ലീൻഡ് ആണ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആണ്, അത് ക്ലീൻ ചെയ്യണോ വേണ്ടയോ, അതേപോലെ പുതിയൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റൂം കൊടുക്കാൻ ഓക്കെ ആണോ എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് റൂം സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുമ്പോൾ കാണാൻ പറ്റും. എത്ര റൂംസ് ഉണ്ടോ അത്രയും റൂംസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു സെഗ്മെൻറ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ ഡിപ്പാർച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് ചെക്കൗട്ട് ആവാനുള്ള ഗസ്റ്റുകൾ എത്രയുണ്ടോ ആ ഡീറ്റെയിൽസ് മുഴുവനും ഡിപ്പാർച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലാണ് നമ്മൾ ചെക്കൗട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ്. ഇനി ഇൻ ഹൗസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി റൂമിൻ്റെ ഉള്ളിൽ എത്ര ഗസ്റ്റുകൾ, ഏതൊക്കെ റൂമിൽ എത്ര ഗസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തതാണ്, ഈ ഗസ്റ്റ് ഓൾറെഡി ഇന്നാണ് ചെക്കൗട്ട് വരുന്നത് എന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനീഷ്യൽ ചെക്കൗട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻ ഹൗസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂമിൽ എത്ര ഗസ്റ്റുകളുണ്ട്, ഏതൊക്കെ റൂമിലാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഗസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡാമേജസോ മറ്റോ വരികയാണെങ്കിലോ അപ്പോൾ അതിനെത്രയാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഷോ കാണിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ പോളിസീസോ കാര്യങ്ങളോ ഒക്കെ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളിസീസോ മറ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് പോളിസി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റ് 3 നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് ചെയ്തു, പക്ഷെ അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല, പക്ഷെ അവർ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 1 നൈറ്റിൻ്റെ പ്രൈസ് നമ്മൾ കംപ്ലീറ്റ് എടുക്കും എന്നുള്ളൊരു റൂൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ 1 നൈറ്റ് റൂം റേറ്റ് നമ്മൾ ഇതിൽ എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പോളിസിയിൽ വന്നോളും. എന്നിട്ട് റൂം നോർ ഷോ കൊടുത്താലും മതി. അതാണ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പിന്നീട് വരുന്നൊരു സെഗ്മെൻ്റാണ് ഫീ പ്രീസെറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ഗസ്റ്റ് ചിലപ്പോൾ ഏർലി ചെക്ക് ഇൻ ആയിരിക്കാം, ചിലപ്പോൾ ലേറ്റ് ചെക്കൗട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റിന് അവർ റിക്വസ്റ്റ് ചെയ്യണം ഞങ്ങൾക്കൊരു 2 hours മുന്നേ ചെക്ക് ഇൻ ചെയ്താൽ കൊള്ളാം, ഞങ്ങൾ അത്രയും ദൂരത്ത് നിന്ന് വരികയാണെന്നൊക്കെ പറയുമ്പോൾ ചില പ്രോപ്പർട്ടീസ് ഏർലി ചെക്കിന് ചില ചാർജുകൾ അവർ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏർലി ചെക്കിന് മണിക്കൂറിൽ ഇത്ര മണിക്കൂറിന് ഇത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതും, ലേറ്റായിട്ട് ചെക്കൗട്ടും ആണ്. ഇപ്പോൾ നോർമലി എല്ലാ സ്ഥലത്തും 11 മണിക്കോ 12 മണിക്കായിരിക്കും ചെക്കൗട്ട്. ചിലപ്പോൾ ചില ഗസ്റ്റുകൾ 2 മണിക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ ചാർജ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രീമിയം പ്രോപ്പർട്ടീസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ റൂമിൻ്റെ റെൻറ്റിന് പുറമെ അഡീഷണലായിട്ട് ചിലപ്പോൾ ഒരു 5,000 rupees സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് മേടിക്കാറുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ചെക്കിനായ ശേഷം അവർക്ക് എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ റെൻറ്റിൻ്റെ
അതായത് ഇൻക്ലൂഷൻസിന് പുറമെ മറ്റെന്തെങ്കിലും ചാർജസോ ഒക്കെ വരികയാണെങ്കിൽ അവർ ഈ ഒരു സെക്യൂരിറ്റി എമൗണ്ടിൽ നിന്ന് ആ ഒരു ചാർജ് ഈടാക്കിയിട്ട് ബാലൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഫീ പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഈ ഒരു ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഗസ്റ്റ് ഡെസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഗസ്റ്റ് ഇപ്പോൾ ഏത് റൂമാണോ ആ റൂമിലുള്ള ഗസ്റ്റിൻ്റെ പേരും അതേപോലെ തന്നെ റൂമിലെ നമ്പറും കൊടുത്ത് അവർ റിക്വസ്റ്റ് തന്നിരിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഇപ്പോൾ റൂം സർവീസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ AC വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രയോറിറ്റിയും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് ഏത് സ്റ്റാഫിനാണോ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പേര് ടൈപ്പ് ചെയ്യുക. റിക്വസ്റ്റ് നോട്ടിൻ്റെ അകത്ത് എന്താണോ അവർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളത് അത് ടൈപ്പ് ചെയ്തിട്ട് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൗസ് കീപ്പിങ്ങിലാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ഹൗസ് കീപ്പിങ്ങിലേക്ക് ആ ഒരു റിക്വസ്റ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡ് ആരാണോ അവരവിടുന്ന് ഈ റിക്വസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ആ റൂമിലേക്ക് ആളെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ റിക്വസ്റ്റ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഗസ്റ്റ് ഡെസ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ള കംപ്ലീറ്റ് ചെക്കിനും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. കംപ്ലീറ്റ് ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ടാകും. അവരുടെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ്, സ്റ്റേ എത്ര നൈറ്റാണ്, കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ VIP ഗസ്റ്റ് എന്ന് പറയുന്നൊരു ഫിൽറ്ററിലേക്ക് വരികയാണെങ്കിൽ VIP ഗസ്റ്റുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഗസ്റ്റുകളുടെ എണ്ണം, പിന്നെ അതേപോലെ തന്നെ ഇൻ ഹൗസിൽ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ചെക്കിൻഡ് ആയിട്ടുള്ള ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഈ ഒരു ഓപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ഒരു കാര്യം എല്ലാം തന്നെ ഫ്രണ്ട് ഡെസ്കിൽ നിൽക്കുന്ന ഒരാൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്നും കൂടെ കൂടും. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഡെസ്കിലുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഹൗസ് കീപ്പിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം.